സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് ഞാൻ പറയുന്നത്. ഫിസിക്കൽ പോളിസി ആൻഡ് ടാക്സേഷൻ, അതുപോലെ ഗവൺമെന്റ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റും കുറച്ച് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റും. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഞാൻ കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാനുള്ള റീസൺ അതാണ്. ടാക്സേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരുപാട് ടാക്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അമെൻഡ് ചെയ്തിട്ടുണ്ട്, കുറെ എണ്ണം അബോളിഷ് ചെയ്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യണം, ഇതൊക്കെ നമുക്ക് ചാൻസ് ആണ്, മേ ബി പ്രിലിംസിന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്സ് എന്താണ്, ഇല്ലെങ്കിൽ ഓരോന്ന് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. സോ ക്ലാസ്സിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് വൺ ഞാൻ പറയാൻ പോകുന്നത് ഫിസിക്കൽ പോളിസി എന്താന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ രണ്ട് തരത്തിലുള്ള പോളിസീസ് ആണുള്ളത്. ഒന്ന് മോണിറ്ററി പോളിസി, രണ്ടാമത് ഫിസിക്കൽ പോളിസി. മോണിറ്ററി പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. സോ നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് RBI ആണ് മോണിറ്ററി പോളിസീസ് ഇഷ്യൂ ചെയ്യുന്നതും കൊണ്ടുവരുന്നതും മാനേജ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു നമ്മുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എക്കണോമി എന്താണ്, സ്റ്റേബിൾ ആയിരിക്കില്ല. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കും, ഒരുപാട് ഇൻഇക്വാലിറ്റീസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്ന സമയത്താണ് നമ്മുടെ RBI എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക, അല്ലെങ്കിൽ റെപ്പോ റേറ്റ് കുറയ്ക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ എക്കണോമിനെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടും ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും RBI ഇതുപോലുള്ള കുറച്ച് പോളിസീസ് എടുക്കും. ഇതിനെയാണ് നമ്മൾ മോണിറ്ററി പോളിസീസ് എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് ഫിസിക്കൽ പോളിസി? നമ്മുടെ ടോപ്പിക് എന്താണ്? ഫിസിക്കൽ പോളിസി. അപ്പൊ എന്താണ് ഫിസിക്കൽ പോളിസി എന്നാണ് പറയുന്നത്. ഫിസിക്കൽ പോളിസി കൊണ്ടുവരുന്നതും മാനേജ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഫിനാൻസ് മിനിസ്ട്രിയാണ് എന്ത് ചെയ്യുന്നത്, ഫിസിക്കൽ പോളിസീസ് കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ് ഫിസിക്കൽ പോളിസി? ഓൾറെഡി എല്ലാവർക്കും അറിയാം, എല്ലാവരും ഓൾമോസ്റ്റ് പഠിച്ചെത്തിയിട്ടുണ്ടാവും. അപ്പോ എന്നാലും ഞാൻ ബ്രീഫ് ആയിട്ട് പറഞ്ഞു തരാം എന്താണ് ഫിസിക്കൽ പോളിസി എന്നുള്ളത്. ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന് റവന്യൂ ജനറേറ്റ് ആവുന്ന ഒരു വഴിയാണ് ടാക്സേഷൻ. അപ്പൊ ഏതൊക്കെ രീതിയിലോട്ട് നമുക്ക് ടാക്സ് ജനറേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഏതൊക്കെ രീതിക്ക് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാം, ഈ ജനറേറ്റ് ചെയ്ത റവന്യൂവിനെ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യണം, അങ്ങോട്ട് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡെവലപ്മെന്റ്സിലോട്ട് എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും നമ്മൾ എടുക്കുന്ന കുറച്ച് പോളിസീസിനെയാണ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ പോളിസി ആരാ കൊണ്ടുവരുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ റവന്യൂ സ്പെൻഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് എന്നൊക്കെ തീരുമാനിക്കുന്ന കുറച്ച് പോളിസീസ് ഓർ നയങ്ങളെയാണ് നമ്മൾ ഫിസിക്കൽ പോളിസീസ് എന്ന് പറയും. സോ ഫിസിക്കൽ പോളിസി എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി ഫിസിക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ് ആണ് ഇവിടെ നമ്മൾ ഡയഗ്രാം ത്രൂ കാണിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 1 lakh rupees ആണ് സാലറി വരുന്നത് വിചാരിച്ചോ. മന്ത്ലി എനിക്ക് 1 lakh rupees സാലറി ഉണ്ട്. അപ്പൊ ഈ 1 lakh rupees ഞാൻ സാലറി വാങ്ങിക്കുമ്പോൾ ഞാൻ ഗവൺമെന്റിലേക്ക് ഒരു ടാക്സ് പേയ്മെന്റ് ചെയ്യണം. ഓക്കെ, ആ ടാക്സിനാണ് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയാം. അപ്പൊ ഈ 1 lakh rupees ഞാൻ ഏൺ ചെയ്യുന്ന സമയത്ത് 10% ആണ് എനിക്ക് ഇൻകം ടാക്സ് വരുന്നത്. അപ്പോൾ 10%, 1 lakhന് 10% എന്ന് പറയുമ്പോൾ 10,000 രൂപ, 10,000 rupees ആണ് എനിക്ക് എന്ത് വരുന്നത്, ടാക്സ് ആയിട്ട് പേയ്മെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1,00,000 നിന്ന് 10,000 രൂപ പോയിട്ട് 90,000 രൂപയാണ് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ, ഇല്ലെങ്കിൽ എനിക്ക് ചെലവാക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്റെ ഇൻകത്തിൽ നിന്ന് ആകെ എനിക്ക് 90,000 രൂപയെ കിട്ടുന്നുള്ളൂ. ബാക്കി ഞാൻ എന്ത് ചെയ്തു, ടാക്സിലോട്ട് അടച്ചു. വെറും 90,000 രൂപ എനിക്ക് കിട്ടുന്നുള്ളൂ. ഈ 90,000 രൂപയാണ് ഞാൻ മാർക്കറ്റിലോട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഏതൊക്കെ രീതിക്ക്, എന്തെങ്കിലും സർവീസ്, അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചു, സിനിമയ്ക്ക് പോയി, കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, ഇതെല്ലാം എന്താണ് മാർക്കറ്റിലോട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുക. അപ്പൊ ഈ 90,000 രൂപയ്ക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിലോട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഓരോ മാസം എനിക്ക് ഇങ്ങനെ 90,000 രൂപ കിട്ടുന്നുണ്ട്, ഇതേപോലെ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ട്. അവർ എന്ത് ചെയ്യണം, എല്ലാവരും മാർക്കറ്റിലോട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പൊ എന്തായി, അവിടെ ഒരുപാട് മണി ഫ്ലോ വരികയാണ്. ഒരുപാട് മണി ഫ്ലോ വരുമ്പോൾ എന്താണ്, ഡിമാൻഡ് ഇൻക്രീസ് ആവുകയാണ്. അവിടെ ഒരു ഇൻഫ്ലേഷൻ വരികയാണ്. ഓക്കെ, ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്, എല്ലാത്തിനും പ്രൈസ് ഇൻക്രീസ് ആയി. എന്തായി, നമ്മുടെ എക്കണോമിയുടെ ഇൻസ്റ്റെബിലിറ്റി, എക്കണോമി ഒരു ഇൻസ്റ്റേബിൾ ആവുമായിരിക്കും, ഇല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഇല്ലാണ്ട് ആവുമായിരിക്കും. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് എടുക്കുന്ന ഒരു സംഭവമാണ് ടാക്സേഷൻ എന്ത് ചെയ്യാണ്, കൂട്ടുക. അപ്പൊ 10% ഇൻകം ടാക്സ് കൊടുത്തിരുന്ന ഞാൻ ടാക്സേഷൻ ഇൻകം ടാക്സ് കൂട്ടി ഗവൺമെന്റ് 30% ആക്കി. ഓക്കെ, 30% ആക്കുമ്പോൾ എനിക്ക് 70% മാത്രമേ എന്ത് കിട്ടുന്നുള്ളൂ, ടാക്സ് അടച്ച് ബാക്കി ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് കിട്ടുന്നുള്ളൂ. ഓക്കെ,
30,000 rupees എനിക്ക് എന്ത് പോവാണ്, ടാക്സിലോട്ട് പോവാണ്. വെറും 70% ആണ് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ എന്റെ കയ്യിലിരിക്കുന്ന ഈ 70,000 rupeesനെയാണ് എനിക്ക് ചെലവാക്കാൻ പറ്റുന്ന ഈ 70,000 rupeesനെയാണ് നമ്മൾ പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്റെ പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം എന്നുള്ളത് 70,000 ആണ്. ഞാൻ അതിനു മുമ്പേ 90,000 രൂപയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒറ്റയടിക്ക് എനിക്ക് എന്തായി, 70,000 ആയി. അപ്പൊ എന്തായി, മണി ഫ്ലോ കുറഞ്ഞു, ഡിമാൻഡ് കുറഞ്ഞു. അവിടെ എന്തായി, ഉണ്ടായ ഇൻഫ്ലേഷൻ നോർമലായി. സോ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്നാണ് മാനേജ് ഇൻഫ്ലേഷൻ ആയി. അതുപോലെ തന്നെ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യാൻ ഇതുപോലെ ഒരുപാട് ടാക്സ് റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം. അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോൾ അവിടെ ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് വരികയാണ്, അങ്ങനെ ഒരു എക്കണോമിക് ഗ്രോത്ത് ക്രിയേറ്റ് ആവുകയാണ്, അവിടെ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞൊരു സംഭവം കുറയാണ്, എല്ലാവർക്കും പേഴ്സണൽ ഇൻകം കൂടുകയാണ്. അപ്പോൾ റെഡ്യൂസ് ഇൻഇക്വാലിറ്റി എന്ന് വെച്ചാൽ ഇൻഇക്വാലിറ്റി അവിടെ കുറയാണ്. സോ ഇതൊക്കെയാണ് ഫിസിക്കൽ പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പൊ എന്താണ് ഫിസിക്കൽ പോളിസി, എന്തൊക്കെയാണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഫിസിക്കൽ പോളിസിയിലെ വൺ ഓഫ് ദ മെയിൻ സംഭവമാണ് ടാക്സ് ആക്ഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ടാക്സസിനെയൊക്കെ കുറിച്ച് പറയുന്നേക്കാൾ മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എക്കണോമിയിൽ മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോർഷനെ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. 1-2 മാർക്കിന് ഓരോ വർഷം ചോദിച്ചാൽ ചോദിച്ചു എന്നുള്ള രീതിക്ക് മാത്രമേ പ്രിലിംസിന് വരുന്നുള്ളൂ. അപ്പൊ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരിക്കലും മൈക്രോ എക്കണോമിക്സ് പഠിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ഫുള്ളി പഠിക്കേണ്ടത് മാക്രോ എക്കണോമിക്സ് ആണ്, എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്കണോമിയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇന്ത്യൻ എക്കണോമി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻഡിവിജ്വൽ സൈഡിൽ നിന്ന്, ഇല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ആലോചിച്ചിട്ട് ഒരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. ഓക്കെ, നിങ്ങളുടെ സൈഡിൽ നിന്ന് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഇപ്പൊ ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു, എനിക്ക് ഇപ്പൊ സാലറി കിട്ടുന്നുണ്ട്, ഞാൻ അവിടെ ടാക്സ് അടയ്ക്കണം, അത് എന്റെ എക്സ്പെൻസ് ആണെന്നുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞത് അല്ലെ? അപ്പൊ ഇങ്ങനെ ഇനിയിപ്പോ ടാക്സേഷൻ പറഞ്ഞ ഒരു സംഭവം നമ്മൾ പഠിക്കുമ്പോൾ ഫുള്ള് ഞാൻ ടാക്സ് റവന്യൂ ജനറേറ്റ് ആയി, ടാക്സ് തന്നെ റവന്യൂ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരുമ്പോൾ പോലും നമുക്ക് എന്തായി അത് മൊത്തം ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഇൻഡിവിജ്വൽ സൈഡിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, മാക്രോ എക്കണോമിക്സ് പഠിക്കരുത്. എപ്പോഴും നമ്മൾ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വേണം എക്കണോമിക്സ് പഠിക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ 10,000 രൂപ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിനാണ് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങളാണ് ഗവൺമെന്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഞാൻ 10,000 രൂപ തരുന്നത്. അപ്പൊ അത് ഗവൺമെന്റിന് എന്താണ്, റവന്യൂ ആണ്. ഓക്കെ, ഒരാള് ടാക്സ് അടയ്ക്കുമ്പോൾ ആ ടാക്സ് ഗവൺമെന്റിന് പോകുമ്പോൾ ടാക്സ് എന്ന് പറഞ്ഞ സംഭവം ഗവൺമെന്റിന് എന്താണ്, റവന്യൂ ആണ്. സോ നമ്മൾ എപ്പോഴും ഗവൺമെന്റ് ആണ് നമ്മൾ എന്നുള്ള രീതിക്ക് വേണം മാക്രോ എക്കണോമിക്സ് കൺസെപ്റ്റുകൾ പഠിക്കാണ്. എന്നാലേ നിങ്ങൾക്ക് എക്കണോമി എന്നുള്ള സബ്ജക്ട് നല്ല ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ടാക്സേഷൻ ആണ്. ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെന്റിന്റെ റവന്യൂ ആണ്. ഓക്കെ, റവന്യൂ ജനറേഷൻ ടൂൾ ആണ് ടാക്സേഷൻ. ഓക്കെ, അപ്പൊ ടാക്സേഷനിലെ ഫസ്റ്റ് ടാക്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഏഞ്ചൽ ടാക്സ് എന്ന് പറഞ്ഞ സംഭവം. ഈ ഏഞ്ചൽ ടാക്സ് പറഞ്ഞ സംഭവം ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലവർക്ക് ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്നതായിരിക്കും. കറണ്ട് അഫയേഴ്സ് ഫോളോ അപ്പ് ചെയ്താൽ അറിയാൻ പറ്റും. കാരണം ഈ വർഷം ഈ ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഏഞ്ചൽ ടാക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അബോളിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ ഏഞ്ചൽ ടാക്സ് ഓൾറെഡി ഉണ്ട്. സോ ഇതെന്താണ്, ഡൈനാമിക് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയതുകൊണ്ട് ഒരു ടാക്സ് അബോളിഷ് ചെയ്തുകൊണ്ട് പ്രിലിംസിന് മേ ബി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ എന്താണ് ഏഞ്ചൽ ടാക്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ ഏഞ്ചൽ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്. ഇപ്പൊ നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഇതിനൊരു ഫെയർ വാല്യൂ ഉണ്ടാവും ഈ സ്റ്റാർട്ടപ്പിന്. ഇപ്പൊ 10 ലക്ഷം രൂപയാണ് അതിന്റെ ഫെയർ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. അപ്പൊ കുറച്ച് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞ ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്തു, നമ്മുടെ സ്റ്റാർട്ടപ്പിലോട്ട് കുറച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അവർക്ക് ഷെയർ കൊടുക്കാൻ നമ്മൾ എന്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാം. അവരൊരു 50 lakhs ആണ്, നമുക്ക് 50 ലക്ഷം രൂപയാണ്. 10 ലക്ഷം ഫെയർ വാല്യൂ ഉള്ള എന്റെ ഒരു ചെറിയ സ്റ്റാർട്ടപ്പിലോട്ട് ഒരു ഇൻവെസ്റ്റർ വന്നിട്ട് 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത് എന്റെ ഫെയർ വാല്യൂ പറഞ്ഞ 10 ലക്ഷമാണ്. ടോട്ടൽ അപ്പൊ എനിക്ക് എത്ര 60 lakhs ആയി. ഓക്കെ, അപ്പൊ ഈ 60 lakh എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ 10 ലക്ഷത്തിനേക്കാൾ നമ്മുടെ ഫെയർ വാല്യൂ 10 ലക്ഷം ഉള്ള സമയത്ത് 60 ലക്ഷം ആകുമ്പോൾ 50 ലക്ഷം രൂപ എന്താണ്, എക്സ്ട്രാ വരുന്ന എമൗണ്ട് ആണ്. ഈ എക്സ്ട്രാ ക്യാപിറ്റൽ വരുന്നതിന്റെ മേലെ ഗവൺമെന്റ് ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഈ ടാക്സിനെയാണ് നമ്മൾ ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ,
ഒരു സ്റ്റാർട്ടപ്പിന് അതിനൊരു ഫെയർ മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. അത് 30.9% ആണ്. അതിന്റെ മേലെ ക്യാപിറ്റൽ വരുന്ന സമയത്ത്, റിസീവ് ആവുന്ന സമയത്ത് അതിന്റെ മേലെ ഗവൺമെന്റ് ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യും. അതിനെയാണ് ഏഞ്ചൽ ടാക്സ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ ഏഞ്ചൽ ടാക്സ് എന്ന് പറഞ്ഞ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ്ലി 2012 നമ്മുടെ പ്രണവ് മുഖർജിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏഞ്ചൽ ടാക്സ് കൊണ്ടുവരുന്നതിന്റെ മെയിൻ റീസൺ അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മണി ലോണ്ടറിങ് പ്രിവെന്റ് ചെയ്യുക എന്നതിന് വേണ്ടിയിട്ടാണ്. മണി ലോണ്ടറിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏഞ്ചൽ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇപ്പോ ഈ ഏഞ്ചൽ ടാക്സിൽ ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും, ദ ക്യാപിറ്റൽ റിസീവ്ഡ് ബൈ ഓൾ ബിസിനസ് എന്ന് കൊടുക്കും. അപ്പോ നിങ്ങൾ ഓൾ ബിസിനസ് വെൻ ദേ റൈസ് എ ഫണ്ട് എബോവ് ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് 30.9%. ഓക്കെ, ശരിയാണ്. ഓക്കെ, ഓപ്ഷൻ എ ശരിയാണെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ക്ലിയർ ആണ്, നമ്മൾ എല്ലാ ബിസിനസ്സിനും അല്ല, ഓൺലി സ്റ്റാർട്ടപ്സിനാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ആ പോർഷൻസ് നന്നായിട്ട് ക്ലിയർ ചെയ്ത് നോക്കണം. ഓൺലി സ്റ്റാർട്ടപ്പിന് മാത്രം വേണ്ടിയിട്ടാണ് ഏഞ്ചൽ ടാക്സ് കൊണ്ടുവരുന്നത്. പിന്നെ ഏഞ്ചൽ ടാക്സ് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? അബോളിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏഞ്ചൽ ടാക്സ് മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടതാണ് LTCG ആൻഡ് ഇൻഡെക്സേഷൻ. LTCG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഈ ക്യാപിറ്റൽ ഗെയിൻ രണ്ട് തരത്തിലുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഒരു 2015 ഞാനൊരു പവന്റെ ഗോൾഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 30,000 രൂപ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഗോൾഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗോൾഡ് ഇല്ലെങ്കിൽ ആ അസറ്റ് എന്റെ കയ്യിൽ ഇപ്പൊ 2025 ആയി 10 വർഷത്തോളം ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഒരു എമർജൻസി വന്നു, കുറച്ച് ഫണ്ടിന്റെ ആവശ്യം വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് തീരുമാനിച്ചു? ഈ ഗോൾഡ് സെല് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ആഫ്റ്റർ 10 ഇയേഴ്സ് ഞാൻ എന്ത് ചെയ്തു? ഈ ഗോൾഡ് സെല് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഗോൾഡ് സെല് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് വെച്ചാൽ 80,000 ആണ്. 80,000 രൂപ കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 ഞാൻ ഇത് വാങ്ങിക്കുമ്പോൾ 30,000 രൂപയായിരുന്നെങ്കിൽ ഇപ്പൊ 2025 ഞാൻ അത് വിൽക്കുമ്പോൾ എനിക്ക് 80,000 രൂപ കിട്ടി. അപ്പൊ എന്റെ പ്രോഫിറ്റ് എത്രയാണ്? 30ഉം 80ഉം 50,000 രൂപ എനിക്ക് എന്തായി? പ്രോഫിറ്റ് കിട്ടി. ഈ 50,000 രൂപയാണ് എനിക്ക് എന്റെ അടുത്തുള്ള ഒരു അസറ്റ് വിറ്റപ്പോൾ കിട്ടിയ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റിന്റെ മേലെ ഗവൺമെന്റ് ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് LTCG ടാക്സ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗോൾഡാണ് എക്സാമ്പിൾ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ എസ്റ്റേറ്റോ സ്റ്റോക്കോ ഇക്വിറ്റിയോ ഷെയർസോ ബോണ്ടോ ഇങ്ങനെ എന്താണോ നമ്മുടെ അടുത്തുള്ളത്, അത് മോർ ദാൻ 1 ഇയർ നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണോ പ്രോഫിറ്റ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിന്റെ മേലെ ഈടാക്കുന്ന അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ പറയുന്നത് LTCG ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോ ന്യൂസിൽ വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന്റെ ഇൻഡെക്സേഷൻ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ചില ഭാഗത്തിൽ ഇൻഡെക്സേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. പിന്നെ ടാക്സ് റേറ്റിൽ കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 20% ആയിരുന്നു, അത് റെഡ്യൂസ് ചെയ്തിട്ട് 12.5%ലോട്ട് മാറ്റിയിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ബേബി ചോദിക്കും. സോ എന്ത് ചെയ്തിട്ടുണ്ട്? LTCG ടാക്സ് റേറ്റ് 20% 12.5% ആയിട്ട് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ വന്ന ഒരു സംഭവമാണ് ഈ LTCG ടാക്സിൽ വന്നൊരു അപ്ഡേഷൻ ആണ്. 2024 ജൂലൈ 23 മുന്നേ പ്രോപ്പർട്ടീസ് വാങ്ങിച്ചവർ, എന്ത് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ലാൻഡ് ആണോ ഗോൾഡ് ആണോ ഷെയർ ആണോ, അത് ഈ ജൂലൈ 23 2024 മുമ്പ് വാങ്ങിച്ചവർക്ക് 2 ഓപ്ഷൻ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഈ 20% ടാക്സ്, ആദ്യം 20% ആയിരുന്നല്ലോ ടാക്സ്, 20% ടാക്സ് റേറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടാക്സ് പേയ്മെന്റ് ചെയ്യാം. വിത്ത് അതിൽ എന്തുണ്ടാവും? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഇപ്പത്തെ മോഡിഫൈ ചെയ്ത 12.5% ടാക്സേഷനിൽ വിത്തൗട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടാക്സ് പേയ്മെന്റ് ചെയ്യാം. സോ നമ്മൾ കേട്ടു ഇൻഡെക്സേഷൻ പറഞ്ഞൊരു വേർഡ് അല്ലെ? എന്താണ് ഇൻഡെക്സേഷൻ? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ളൊരു കാര്യം. സോ സിമ്പിൾ ആയിട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പൊ ഞാൻ 30,000 രൂപയ്ക്ക് വാങ്ങിച്ചു, 10 വർഷത്തോളം ഹോൾഡ് ചെയ്തു, ദെൻ 80,000 രൂപയ്ക്ക് കൊടുത്തു. ഇതിന്റെ ഇടയിൽ ഒരുപാട് ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ടാവില്ലേ? ഒരു പ്രൊഡക്റ്റിന് എപ്പോഴും ഒരേ പ്രൈസ് ആയിരിക്കും ഉണ്ടാവുക ഈ 10 വർഷത്തിൽ? ഇല്ല. ഒരുപാട് ഇൻസിഡൻസ് വരുമ്പോൾ, ഒരുപാട് റീസൺസ് വരുമ്പോൾ, എന്തെങ്കിലും എക്സ്റ്റേണൽ ഇവന്റ്സ് വരുന്ന സമയത്തൊക്കെ എന്തായിരിക്കും ഇതിന്റെ പ്രൈസ് എന്താവും, മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ ഒരു ഇൻഫ്ലേഷൻ വരും. അപ്പൊ നമ്മുടെ ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റിലീസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ വാങ്ങിച്ച പർച്ചേസിങ് കോസ്റ്റിന് ഇൻഫ്ലേഷൻ, അത്രയും വർഷം ഉണ്ടായിരുന്ന ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് ഇൻഡെക്സേഷൻ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 വർഷം ഞാനിത് ഹോൾഡ് ചെയ്തു, 30,000 രൂപയായിരുന്നു, 80,000 രൂപയ്ക്ക് കിട്ടി. പക്ഷെ ഇതിനുള്ളിൽ കുറെ ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഈ 50,000 രൂപയാണ് എനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഈ 50,000 രൂപയൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. 50,000 രൂപ ടാക്സ് അടയ്ക്കുമ്പോൾ അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഇൻഫ്ലേഷൻ റേറ്റ് ഇങ്ങനെ ഡിഫറൻസ് വന്നുകൊണ്ട് ഇൻഡെക്സേഷൻ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഒരു 10% ഉണ്ട്. അപ്പൊ എന്തായി, എനിക്ക് 40,000 രൂപയ്ക്ക് മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ, ടാക്സ് അടയ്ക്കേണ്ടുള്ളൂ. അപ്പൊ അവിടെ എന്തായി, എനിക്ക് ടാക്സിന്റെ എമൗണ്ട് കുറഞ്ഞു. സോ ഇൻഡെക്സേഷൻ ഒരു ബെനിഫിറ്റ് ആണ്. എന്തായി, ഒറ്റയടിക്ക് ടാക്സ് കുറഞ്ഞു. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറയാം. ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 10 വർഷമോ 1 വർഷമോ 2 വർഷത്തിലോ എന്തുണ്ടാവും, ഇൻഫ്ലേഷൻ ഉണ്ടാവും. ആ ഇൻഫ്ലേഷൻ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂവിനെയാണ് ഇൻഡെക്സേഷൻ എന്ന് പറയുക. അപ്പൊ നമ്മൾ ഒരു പ്രോഫിറ്റ് എത്ര ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നോ ഒരു അസറ്റ് വിൽക്കുമ്പോൾ, ആ പ്രോഫിറ്റിന് ഈ ഇൻഡെക്സേഷൻ കുറച്ചിട്ട് ബാക്കിയുള്ള എത്രയാണോ റിമൈനിങ് അതിന്റെ മാത്രം ടാക്സ് നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് LTCG. ഇതും കറണ്ട് അഫയേഴ്സ്ഡ് ആണ്, കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആണ്. ഇതൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ പ്രസന്റ് ചെയ്ത കുറെ സംഭവങ്ങളാണ്. ഉറപ്പായിട്ടും ഇതൊക്കെ മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടാക്സ് പഠിക്കാം, വിൻഫോൾ ടാക്സ്. അടുത്തതാണ് വിൻഫോൾ ടാക്സ് പറയുന്നത്. ഈ വിൻഫോൾ ടാക്സ് അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ന്യൂസിൽ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എക്കണോമി എപ്പോഴും ഡൈനാമിക് ആണ്, ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. നമുക്ക് സ്റ്റാറ്റിക് പോർഷൻസും പഠിക്കാനുണ്ട്. പക്ഷേ ഈ സ്റ്റാറ്റിക് പോർഷൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കറണ്ട് അഫയേഴ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സ്റ്റാറ്റിക് പോർഷൻ അറിയാത്ത ഒരാൾക്ക് ഈ കറണ്ട് അഫയേഴ്സ് വായിച്ചാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇപ്പോ നിങ്ങൾ പറയുന്ന പോലെ എന്താ ഇൻഫ്ലേഷൻ കൂടി കുറഞ്ഞു, അല്ലെങ്കിൽ ആ റേറ്റ് ഇത്ര കൂടി, നമ്മുടെ GDP ഗ്രോത്ത് കൂടി, ഇങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇത് എന്താണ് എന്നുള്ളത് അറിയാൻ നമുക്ക് സ്റ്റാറ്റിക് പോർഷൻ മാൻഡേറ്ററി ആണ്. അതും കറണ്ട് അഫയേഴ്സിനോട് ക്ലബ് ചെയ്തിട്ടാണ് എപ്പോഴും എക്കണോമി ചോദിക്കാറ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഒന്ന് ആൻസർ ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ് വരുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ. ഓക്കെ, നിങ്ങൾക്ക് 1 ഇയറിന്റെ എക്കണോമി കറണ്ട് അഫയേഴ്സ് പ്ലസ് എക്കണോമിക് സർവേ ബഡ്ജറ്റ് ഒക്കെ പഠിച്ചാൽ എക്കണോമി നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, സ്കോർ ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് വിൻഫോൾ ടാക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, വിൻഫോൾ ടാക്സ് ഓൾറെഡി അബോളിഷ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് വിൻഫോൾ ടാക്സ് ആണ് എന്ന് പറയുന്നത്? വിൻഫോൾ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ റഷ്യ യുക്രൈൻ വാർ ഓൾറെഡി ഒരുപാട് വർഷം മുമ്പ് തുടങ്ങിയതാണ്. റഷ്യ യുക്രൈൻ വാർ നടക്കുന്നുണ്ടായിരുന്നു. ഈ റഷ്യ യുക്രൈൻ വാറിൽ റഷ്യ ആണ് നമ്മുടെ ഈ ക്രൂഡ് ഓയിൽസിന്റെ ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലായിടക്കും ഓയിൽ സപ്ലൈ ചെയ്യുന്ന, ക്രൂഡ് ഓയിൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു ഹബ്ബാണ് റഷ്യ. ഇവിടെ ഈ വാർ ഇഷ്യൂ കാരണം ഒറ്റയടിക്ക് പ്രൈസ് ഇൻക്രീസ് ആയ സമയത്ത് എന്തായി, അത് ബാക്കിയുള്ള എല്ലാ കൺട്രീസിനെയും, ആർക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ കൺട്രീസിനും എന്തായി, ഒറ്റയടിക്ക് ബാധിക്കും. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കമ്പനീസിലും ഇതുപോലെ ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻസ് ഉള്ള കമ്പനീസിലും ഓൾറെഡി അവിടെ ക്രൂഡ് ഓയിലിന് ഹെവി പ്രൈസ് ആയല്ലോ, ഇവർക്കും എന്തായി, ഹെവി ഡിമാൻഡ് ആയി, ഹെവി പ്രൈസ് കിട്ടി. അപ്പൊ എന്തായി, ഇവർക്കൊരു ഹ്യൂജ് എമൗണ്ട് പ്രോഫിറ്റ് ആയി കിട്ടി. അത് അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്തുണ്ടാക്കിയ പ്രോഫിറ്റ് ആണോ? നെവർ. അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് അവരുടെ ആക്ഷൻസ് കാരണം കിട്ടിയ ഒരു പ്രോഫിറ്റ് അല്ല, ഒരു എക്സ്റ്റേണൽ ഇവന്റ് കാരണോ ഇല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ഇവന്റ് കാരണോ ഇവർക്ക് ഉണ്ടായ ഒരു പ്രോഫിറ്റ് ആണത്. ഓക്കെ, അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടോ ഇല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടോ കിട്ടുന്ന പ്രോഫിറ്റിന്റെ മേലെ ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ ടാക്സ് ഇമ്പോസ് ചെയ്യും. അതിനെയാണ് നമ്മൾ വിൻഫോൾ ടാക്സ് പറയാം. ഇത് 1 ടൈം മാത്രമേ ഇമ്പോസ് ചെയ്യുള്ളൂ. നോട്ട് ചെയ്യണം, 1 ടൈം മാത്രമാണ് വിൻഫോൾ ടാക്സ് ഇമ്പോസ് ചെയ്യത്തുള്ളൂ. മേ ബി ചോദിക്കും എല്ലാ വർഷവും ഇതേ കൺസെപ്റ്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ PPT കാണുന്ന അതേ രീതിക്ക് തന്നെ ആയിരിക്കും ചോദിക്കേണ്ടാവുക. മേ ബി എന്താണ്, ഇങ്ങനെ ഗവൺമെന്റ് കമ്പനീസിന്റെ മേലെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു അൺഎക്സ്പെക്ടഡ് പ്രോഫിറ്റിന്റെ മേലെ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യും.
ഇൻ എവരി ഇയർ. അപ്പൊ എന്തായി ആ കൺസെപ്റ്റ് നമ്മൾ മൊത്തം തെറ്റി. എന്താണ്, വൺ ടൈം മാത്രമാണ് വിൻഫോൾ ടാക്സ് എന്ത് ചെയ്യുള്ളൂ, ഇമ്പോസ് ചെയ്യുള്ളൂ. സോ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് നമ്മൾ റിവിഷൻ ക്ലാസ്സസ് എടുക്കുന്നത്, റിവിഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു എക്സ്ട്രാ കമ്പനി അല്ലാണ്ട് വേറെ എക്സ്റ്റേണൽ കാര്യങ്ങൾ കാരണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അൺഎക്സ്പെക്ടഡ് എക്സ്ട്രാ ഓർഡിനറി കാരണങ്ങൾ കാരണം ഒരു എക്സ്ട്രാ പ്രോഫിറ്റ്, ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആ പ്രോഫിറ്റിന്റെ മേലെ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ഒരു ടാക്സിനെയാണ് വിൻഫോൾ ടാക്സ് എന്ന് പറഞ്ഞാൽ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ഇത് തന്നെയാണ്. ഇപ്പോൾ ഒറ്റയടിക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടിയത് കൊണ്ട് ഇവിടെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി അതിന്റെ മേലെ ടാക്സ് ഇമ്പോസ് ചെയ്തു. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ദെൻ വിൻഫോൾ ടാക്സ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത് ഇൻഹെറിറ്റൻസ് ടാക്സ് ആണ്. എന്നാണ് ഇൻഹെറിറ്റൻസ് ടാക്സ്? ഓക്കെ, ഈ ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു വ്യക്തിക്ക്, ഒരു പേഴ്സണ് ഒരു 5 കോടി രൂപയുടെ ആസ്തി ഉണ്ട് അല്ലെങ്കിൽ വെൽത്ത് ഉണ്ട്. അയാള് പെട്ടെന്ന് മരിക്കുകയാണ്. ആൾക്ക് 2 മക്കളുണ്ട്. അപ്പോ ഇയാൾ മരിച്ചപ്പോൾ ഇയാളുടെ വെൽത്ത് അല്ലെങ്കിൽ ഈ ഒരു 5 കോടി രൂപ 2 മക്കൾക്കും കൂടി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവാണ്. എന്ന് വെച്ചാൽ 2.5 കോ 2.5 കോ അങ്ങനെ കൊണ്ട് 2 പേർക്കും കൂടെ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ 5 crore നമ്മൾ പറഞ്ഞല്ലോ, ഈ 5 crore മേലെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തി മരിച്ചിട്ട് അവരുടെ വെൽത്ത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരുടെ ഹെയേഴ്സിന്, എന്ന് വെച്ചാൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ സ്പൗസിനോ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യും. അതിനെയാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇന്ത്യയിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് കറന്റ് ഇല്ല. അപ്പോ വിചാരിക്കും ഇൻഹെറിറ്റൻസ് ടാക്സ് എന്നൊരു സംഭവം ഇന്ത്യയിൽ ഇതുവരെയായിട്ട് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വന്നാലോ എന്ത് ചെയ്യരുത്, അത് ശരിയാണെന്ന് വിചാരിക്കരുത്. കറന്റ് ഇൻഹെറിറ്റൻസ് ടാക്സ് ഇന്ത്യയിൽ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ 1985 അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കറന്റ് ഇൻഹെറിറ്റൻസ് ടാക്സ് ഇന്ത്യയിലില്ല. ഓക്കെ, പക്ഷെ കുറെ യൂറോപ്യൻ കൺട്രീസിൽ, അമേരിക്ക, UK, ജപ്പാൻ, അതുപോലെ ആഫ്രിക്കൻ നാഷൻസിലൊക്കെ ഇൻഹെറിറ്റൻസ് ടാക്സ് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്, ഇമ്പോസ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. ഇതിപ്പോ ഒരു കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയിട്ട് വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒപ്പോസിഷൻ പാർട്ടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എഗെയിൻ ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത് ന്യൂസിൽ കാണുന്നത്. കാരണം ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവന്നാൽ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വെൽത്ത് ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് മനസ്സിലായല്ലോ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് ക്വസ്റ്റ്യൻസ്, ഞാൻ മെയിൻ പോയിന്റ്സ് ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻസ് വരാം, ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഒക്കെ ചോദിക്കും. ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് ഇൻഹെറിറ്റൻസ് ടാക്സ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. നെക്സ്റ്റ് ആണ് GST കൗൺസിൽ. GST ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു GST. ഒരു 2016-17 ടൈമിലൊക്കെ GST കൊണ്ടുവരികയായിരുന്നു നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ എന്താണ് GST എന്നുള്ള ഒരു ഐഡിയ അറിയണം, എന്നാലാണ് നമുക്ക് GST കൗൺസിൽ എന്താന്നുള്ളത് അറിയുള്ളൂ. സോ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി ഇതിനു മുമ്പ് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് തരുന്നുണ്ട്. എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഇൻകം ടാക്സ്, ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സസും അതുപോലെ ഇതുപോലത്തെ ടാക്സസുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ GST എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പൊ ഈ 2016 ആണ് GST കൗൺസിൽ പറഞ്ഞൊരു സംഭവം. GST കൗൺസിൽ എന്തുകൊണ്ടായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ജൂലൈ 1, 2017 GST പറഞ്ഞൊരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നിലവിൽ വരുന്നത്. അതിനുശേഷമാണ് GST. അതിന് മുമ്പ് എന്തായിരുന്നു, CST എന്നായിരുന്നു, എന്ന് വെച്ചാൽ സെൻട്രൽ സെയിൽസ് ടാക്സ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം എന്താണ് GST എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്. ആദ്യം എങ്ങനെയായിരുന്നു CST, സെൻട്രൽ സെയിൽസ് ടാക്സ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റേറ്റ്, നമുക്ക് ഒന്ന് കേരളം എടുക്കാം, ഒന്ന് തമിഴ്നാടും എടുക്കാം. ഓക്കെ, നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ് തന്നെ എടുക്കാം. അപ്പൊ കേരള ആൻഡ് തമിഴ്നാട്. കേരളത്തിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്, ഇപ്പൊ ഒരു പേന പ്രൊഡ്യൂസ് ചെയ്യാണ്. കേരളം പ്രൊഡ്യൂസ് ചെയ്തിട്ട് കേരളം എന്ത് ചെയ്തു, അത് തമിഴ്നാട്ടിലോട്ട് അയച്ചു, എക്സ്പോർട്ട് ചെയ്തു, തമിഴ്നാട്ടിലോട്ട് കൊടുത്തു. തമിഴ്നാട്ടിലോട്ട് അത് വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെ തമിഴ്നാട്ടിലോട്ട് കൊടുക്കുന്ന സമയത്ത് ഈ
ടാക്സ് CST ടാക്സ് ഒരു 10 രൂപയാന്ന് വിചാരിച്ചു. അത് ഏത് സ്റ്റേറ്റിനായിരിക്കും കിട്ടുക? ഏത് സ്റ്റേറ്റിനായിരിക്കും? പ്രൊഡക്ഷൻ ചെയ്ത സ്റ്റേറ്റിനാണോ അല്ല കൺസ്യൂം ചെയ്ത സ്റ്റേറ്റിനാണോ കിട്ടുക? CST എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ ഏതിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റിനാണ് എന്ത് കിട്ടുക? CST വാങ്ങിക്കാനുള്ള ആ 10 രൂപ വാങ്ങിക്കാനുള്ള എന്തുള്ളത് റൈറ്റ് ഉള്ളത് എന്തായിരുന്നു? പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റിനാണ്. എന്ന് വെച്ചാൽ കേരളത്തിനാണ് വാങ്ങിക്കാൻ പറ്റുക, കൺസ്യൂം ചെയ്ത സ്റ്റേറ്റിനല്ല. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ GST എന്താന്ന് വെച്ച് കഴിഞ്ഞാല് GST ഇതേപോലെ കേരളത്തില് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്, അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് തമിഴ്നാട്ടിലോട്ട് കൊടുക്കുകയാണ്, തമിഴ്നാട്ടിൽ കൺസ്യൂം ചെയ്യാണ്, തമിഴ്നാട് കൺസ്യൂം ചെയ്യാണ്. തമിഴ്നാട് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് GST 10 രൂപയാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ മിനിമം നമ്പറേ എടുക്കുന്നുള്ളൂ, കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. ഓക്കെ, 10 രൂപയാണ് GST എന്ന് വിചാരിച്ചോളൂ. ഈ 10 രൂപേനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, 5 രൂപ 5 രൂപ. ഓക്കെ, ഇതിൽ 5 രൂപ സെൻട്രൽ ഗവൺമെന്റിന് പോകും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CGST. സെൻട്രൽ ഗവൺമെന്റിനോട്ട് പോകുന്ന 5 രൂപയാണ് നമ്മൾ CGST എന്ന് പറയും. റിമൈനിങ് 5 രൂപ ആർക്ക് പോകും? ആരാണോ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്തത് ആ സ്റ്റേറ്റിന്. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിലാണ് ബാക്കിയുള്ള 5 രൂപ പോകുന്നത്. അതിനെയാണ് SGST, സ്റ്റേറ്റ് GST, സെൻട്രൽ GST. ഇതാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പൊ ബാക്കി റിമൈനിങ് ഏതാണ്? കൺസ്യൂം ചെയ്ത ആൾക്കാണ് പോകുന്നത്. ഇതുവരെ പ്രൊഡക്ഷൻ ചെയ്ത ആൾക്കാരിന് കിട്ടിയായിരുന്നു CST. GSTയിൽ എന്തായി? തിരിച്ചായി കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റിനും അതേപോലെ സെൻട്രൽ ഗവൺമെന്റിനും ആണ് എന്ത് പോയിട്ടുള്ളത്? GST പോയിട്ടുള്ളത്. ഇതാണ് GST എന്ന് പറഞ്ഞതിന്റെ ഒരു ഔട്ട്ലൈൻ. ഇതാണ് GST. ഓക്കെ, അപ്പൊ ഈ GST ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് വളരെ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഒരുപാട് സ്റ്റേറ്റ്, ഇപ്പൊ തമിഴ്നാട്, ഗുജറാത്ത്, കർണാടക പോലുള്ള ഒരുപാട് സ്റ്റേറ്റ് ഇതിന് എതിരായിട്ട് നിന്നായിരുന്നു. കാരണം ഇതൊക്കെ ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് ആണ്. സോ അവരാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അവർക്കത് വളരെ കോൺട്രവേഴ്സി ആയിരുന്നു. പക്ഷെ ആക്ച്വലി ഇപ്പോ എന്ന് പറഞ്ഞാൽ ഈ ഗുജറാത്ത്, കർണാടക, തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ GSTയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്താലും, ഇപ്പൊ നിങ്ങൾ ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബില്ല് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ടോട്ടൽ എമൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് CGST അതുപോലെ SGST ഇത്ര എമൗണ്ട് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ സെൻട്രലിലും പോകുന്നുണ്ട് സ്റ്റേറ്റിനും പോകുന്നുണ്ട്. ആ രണ്ട് എമൗണ്ട് കൂടി കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്? പേയ്മെന്റ് വരിക. എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഇൻഡയറക്റ്റ് ടാക്സസും. എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസിൽ എന്ത് വരുന്നുണ്ട്? GST വരുന്നുണ്ട്. അപ്പൊ ഇതാണ് GST. ഇനി ഈ GST ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്? ഏതൊക്കെ പ്രൊഡക്റ്റിന് എത്ര പെർസെന്റേജ് ആണ് GST കൊടുക്കേണ്ടത്? ഏതിനൊക്കെ നമ്മൾ ഇതിനെ എക്സംപ്റ്റ് ചെയ്യണം, ഏതിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഏതിനൊക്കെ ഹൈ GST റേറ്റ് കൊടുക്കണം? അതുപോലെ ഈ GSTയിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഇഷ്യൂസ് ഒക്കെ വന്ന് ആരത് തീർക്കും? ഈ ഡിസ്പ്യൂട്ട് ഒക്കെ ആര് തീർക്കും? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു അപ്പെക്സ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് GST കൗൺസിൽ. ഓക്കെ, GST കൗൺസിൽ നിലവിൽ വരുന്നത് 2016 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് വരുന്നത്. 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരം ആർട്ടിക്കിൾ 279A GST കൗൺസിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ക്വസ്റ്റ്യൻ വരും, GST കൗൺസിൽ ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ വരികയാണെങ്കിൽ മനസ്സിലാക്കണം, GST ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. 101ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം ആഡ് ഓൺ ചെയ്തതാണ്. ഓക്കെ, അതുപോലെ അതിന്റെ കോമ്പോസിഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കോമ്പോസിഷൻ ചോദിക്കുമ്പോൾ ഇതിന്റെ ചെയർപേഴ്സൺ അത് മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. പിന്നെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിലെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നോമിനേറ്റഡ് മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റ് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സ്, അതുപോലെ യൂണിയൻ മിനിസ്റ്റേഴ്സ്, റവന്യൂ ഫിനാൻസിലൊക്കെ ഉള്ള യൂണിയൻ മിനിസ്റ്റേഴ്സ്, ഇവരൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ് GST കൗൺസിലിൽ വരുന്നത്. ഓക്കെ, GST എന്താണെന്ന് മനസ്സിലായി. GSTയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ബോഡിയാണ് നമ്മൾ GST കൗൺസിൽ എന്ന് പറയുക. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, ഇനി ഇങ്ങനെ GST കൗൺസിൽ വന്ന് ഒരു 3-4 പേര് കൂടിയിരുന്ന് നമുക്കൊരു കാര്യം, നാളെ തൊട്ടിട്ട് പാലിനൊരു 20% GST അങ്ങോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നാളെ തൊട്ടിട്ട് സിനിമ ടിക്കറ്റ്സ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് ഒരു 30% GST, അങ്ങനെയല്ല തീരുമാനിക്കുന്നത്. അതിൻ്റെതായ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ കോറം. പൊളിറ്റി പഠിച്ചിട്ടുണ്ടാവും, കോറം വേണം. നമ്മൾ പാർലമെന്റിൽ പഠിച്ചിട്ടുണ്ടാവും കോറം എന്ന് വെച്ചാൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ഇത്ര ആൾക്കാർ വേണം എന്നുള്ളതാ പറയുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ GST കൗൺസിൽ മീറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൂടാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഒരു സംഭവം, ഇപ്പൊ മിൽക്കിന് 20% GST നാളെ തൊട്ട് കൊണ്ടുവരണം എന്ന് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ
സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും വോട്ട് ചെയ്യണം. സെൻട്രൽ ഗവൺമെന്റിന് 1/3 വോട്ടും 1/3 വോട്ടും കിട്ടണം. സ്റ്റേറ്റ് ഗവൺമെന്റ് 2/3 വോട്ട് കിട്ടണം. അതൊരു ഡിസിഷൻ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ 3/4 മെമ്പേഴ്സ് പ്രസന്റിങ് ആൻഡ് വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 മെമ്പേഴ്സ് പ്രസന്റിങ് ആൻഡ് വോട്ടിംഗ് ചെയ്താൽ മാത്രമേ അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അതിന്റെ ഫങ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ ട്രേഡ് ഇഷ്യൂസ് സോൾവ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, അതുപോലെ പുതിയ പുതിയ GST ടാക്സ് റേറ്റ് എങ്ങനെയാണെന്നുള്ള റെക്കമെൻഡേഷൻ കൊടുക്കുക, പിന്നെ GST ലോസ് ഒക്കെ എങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് GST കൗൺസിലിന്റെ മെയിൻ ഡ്യൂട്ടീസ്. GST റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് GST കൗൺസിൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ ആരായിരിക്കും? ഓക്കെ, അപ്പോ ഫിനാൻസ് മിനിസ്റ്റർ ആണ്, നമ്മുടെ നിർമ്മല സീതാരാമൻ ആണ് എന്ത് വരുന്നത്. അപ്പൊ ഇതൊക്കെ ചോദിക്കാം, മേ ബി കോമ്പോസിഷൻ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് GST കൗൺസില് ഒരു 53, 54, 55 ആയിട്ടുള്ള അവരുടെ മീറ്റിംഗ്സ്, 53-ാമത്തെ, 54-ാമത്തെ, 55-ാമത്തെ മീറ്റിംഗ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് സെവറൽ സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കറണ്ട് അഫയേഴ്സ് ക്ലബ് ചെയ്തിട്ടുള്ളതാണ്. മേ ബി ചോദിക്കാൻ ചാൻസസ് ഉണ്ടാവും, എന്തൊക്കെ സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ആണ് 54th മീറ്റിംഗ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, 55th മീറ്റിംഗിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കേണ്ടാവും. സോ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് 53rd GST കൗൺസിൽ മീറ്റിംഗിൽ കൊണ്ടുവന്ന കുറച്ച് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതില് ബോക്സസ്, കേസസ് പോലുള്ളതിന്റെ GST റേറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മിൽക്ക് കെയിൻസ്, എന്നിട്ട് സ്റ്റീലും കൊണ്ടോ അയൺ കൊണ്ടോ അലുമിനിയം കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള മിൽക്ക് കെയിൻസിന്റെ GST റേറ്റ് എന്ന് പറഞ്ഞത് 12% ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു 53ാമത്തെ GST കൗൺസിൽ മീറ്റിംഗിൽ കൊണ്ടുവന്ന കുറച്ച് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ്. ഇനി 54ാമത്തെ GST കൗൺസിൽ മീറ്റിംഗിൽ കൊണ്ടുവന്ന ചേഞ്ചസ് ആണ് നമ്മുടെ ക്യാൻസർ മെഡിക്കേഷൻസിന് GST റേറ്റ് 12% ഉണ്ടായിരുന്നത് 5% റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ക്യാൻസർ മെഡിക്കേഷൻസിന് 12% GST റേറ്റ്, പിന്നെ അതെന്താക്കി 5% ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. ഇനി 55th GST കൗൺസിൽ മീറ്റിംഗിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂസ്ഡ് വെഹിക്കിൾസ്, ഇലക്ട്രോണിക് വെഹിക്കിൾസ് ഇൻക്ലൂഡഡ് ആണ്. ഓൾറെഡി യൂസ്ഡ് വെഹിക്കിൾസ് സെയിൽ ചെയ്യുമ്പോൾ അതിലൊരു GST റേറ്റ് ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ GST അടയ്ക്കണമായിരുന്നു. അത് 12% ആയിരുന്നു, അത് 18% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജീൻ തെറാപ്പി ട്രീറ്റ്മെന്റിന് GST ഫുള്ളി എക്സംപ്റ്റ് ചെയ്തു, എന്ന് വെച്ചാൽ ഫുള്ളി GST ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഈ മീറ്റിംഗിൽ കൊണ്ടുവന്ന സിഗ്നിഫിക്കന്റ് സെവറൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, GST കൗൺസിൽ റീസെന്റ് കൂടിയിട്ടുണ്ടായിരുന്ന മീറ്റിംഗ്സിൽ കൊണ്ടുവന്ന കുറച്ച് ചേഞ്ചസ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. മേ ബി നമുക്ക് പ്രിലിംസിന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് GST ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. എന്താണ് GST ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുമ്പോൾ ഒരു സംഭവം ഉണ്ടാക്കുക, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ചപ്പാത്തി മേക്ക് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ചപ്പാത്തി മേക്ക് ചെയ്യുന്ന മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഇതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞത് എന്താണ്? വീറ്റാണ്, ഗോതമ്പാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? വീറ്റാണ്. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈനൽ ഗുഡ് എന്താണ്? ചപ്പാത്തിയാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഇൻപുട്ടിന് നമ്മളൊരു GST പേയ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ GST ടാക്സ് അടയ്ക്കണം. അതേപോലെ നമ്മുടെ ഫൈനൽ പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഫൈനൽ ഗുഡിനും നമ്മൾ എന്ത് ചെയ്യണം? ഒരു GST ടാക്സ് പേയ്മെന്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ GST ടാക്സ് ഇൻപുട്ടിന് അടച്ചത് GST ടാക്സ് ഔട്ട്പുട്ടിന് അടച്ചതിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് കൂടുതലും, ഇൻപുട്ട് ടാക്സ് കൂടുതലും ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ടിന്റെ GST ടാക്സ് കുറവും ഉള്ള സിറ്റുവേഷനാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിൽ ഗുഡ്സ് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ, ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻക്ലൂഡഡ് ആണ്. GST പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഡ്യൂട്ടി ഡ്രോബാക്സ്. എന്താണ് ഡ്യൂട്ടി ഡ്രോബാക്സ്? ഓക്കെ, ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. എന്താണ് ഡ്യൂട്ടി ഡ്രോബാക്സ് എന്നാണ് ഞാൻ പറയുന്നത്. ഡ്യൂട്ടി ഡ്രോബാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഓപ്പൺ ചെയ്തു.
എന്തെങ്കിലും ഇപ്പൊ ഒരു കാറിന്റെയോ എന്തിന്റെങ്കിലും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിന് വേണ്ട ഈ ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം കുറെ അതിന് വേണ്ട ബോഡി ടയേഴ്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വേണ്ടി വരുമല്ലോ. അതിൽ കുറെ എണ്ണം കുറെ റോ മെറ്റീരിയൽസ് നമ്മൾ അബ്രോഡ് നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അബ്രോഡ് നിന്ന് അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവവും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണം, ഒരു കസ്റ്റം ഡ്യൂട്ടി പേയ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കസ്റ്റം ഡ്യൂട്ടി നമ്മൾ അടയ്ക്കണം. ഓക്കെ, അങ്ങനെ കസ്റ്റം ഡ്യൂട്ടി അടച്ച് നമ്മൾ ഒരു ഇമ്പോർട്ടഡ് ഗുഡ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ ഇവിടെ ഇറക്കിയിട്ട് ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി ആ ഗുഡ്സ് എഗെയിൻ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്ത കസ്റ്റം ഡ്യൂട്ടി, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചെയ്ത കസ്റ്റം ഡ്യൂട്ടി നമുക്ക് എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്തു തരും. ഇതിനെയാണ് ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറയാം. ഇതിൽ മെയിൻലി നോട്ട് ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ഇമ്പോർട്ട് ചെയ്തത്, ഏത് റോ മെറ്റീരിയൽ ആണ് ഇമ്പോർട്ട് ചെയ്തത്, അത് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ മാനുഫാക്ചർ ചെയ്തിട്ട് ഇവിടെ തന്നെ വിറ്റാൽ ഒരിക്കലും ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടില്ല. അത് എന്ത് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം, ആ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യണം. റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിന് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് എഗെയിൻ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മാത്രമാണ് നമുക്ക് ഡ്യൂട്ടി ഡ്രോബാക്സ് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ കസ്റ്റം ഡ്യൂട്ടി ഒഴിവായി കിട്ടുള്ളൂ, റീഫണ്ട് ചെയ്ത് കിട്ടുള്ളൂ. ഓക്കെ, എക്സ്പോർട്ടിന് മാത്രം, അത് തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രിവിലേജസ് ആണ് ഈ ഡ്യൂട്ടി ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ആണ്. കസ്റ്റം ആക്ട് 1962 അണ്ടറിലാണ് നമ്മുടെ ഡ്യൂട്ടി ഡ്രോബാക്സ് വരുന്നത്. ഓക്കെ, ഈ ഡ്യൂട്ടി ഡ്രോബാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടേഴ്സിന് ഒരു മോട്ടിവേഷൻ കൊടുക്കുക, എക്സ്പോർട്ട് കൂട്ടുക, ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് എന്ന് വെച്ചാൽ ഗ്ലോബൽ ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രൊഡക്ട്സ് ഒരുവിധം എല്ലാം ഗ്ലോബലി എത്തിക്കാനും കോമ്പറ്റീഷൻ കൂട്ടാനും എക്സ്പോർട്ട് കൂട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഡ്യൂട്ടി ഡ്രോബാക്സ് കൊണ്ടുവന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കസ്റ്റം ഡ്യൂട്ടി കൊടുത്ത റോ മെറ്റീരിയൽ കൊണ്ടുവന്നു, തിരിച്ച് നമ്മൾ അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ കസ്റ്റം ഡ്യൂട്ടി നമുക്ക് റീഫണ്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ടേഴ്സിന് എന്താണ്, വീണ്ടും വീണ്ടും എക്സ്പോർട്ട് ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനും ഉള്ള ഇൻട്രസ്റ്റ് കൂടും. അതെന്താവും, നമുക്ക് എക്സ്പോർട്ട് കൂടും തോറും ഇന്ത്യൻ എക്കണോമിക് അതൊരു ഗ്രോത്ത് ആണ്. സോ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് കാരണം നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്കോടെ ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ആവുകയാണ്. സോ അതിനു വേണ്ടി കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഡ്യൂട്ടി ഡ്രോബാക്ക് എന്നുള്ളത്. ഓക്കെ, ഇതുവരെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു.